വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന കേസ് മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിയുടെ കേസിൽ കോട്ടയം വിജിലൻസ് കോടതിയിൽ വിചാരണ തുടങ്ങി. കേസിൽ 130 സാക്ഷികളെ വിസ്തരിക്കും. ആദ്യം പ്രോസിക്യൂട്ടർ പ്രതികരണം. ഇത് 2003 കേസാണ്. അതായത് 5/7/2007 കേസിന് ആസ്പദമായ സെർച്ച് നടക്കുന്നത്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പരിധിയിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ് കേസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അത് 138% അധികം അദ്ദേഹം ഈ പരിധിയിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ്. 64 ലക്ഷം രൂപ അധികം കണ്ടെത്തി എന്നുള്ളതാണ് കേസിന്റെ അടിസ്ഥാനമായ കാരണം പ്രോസിക്യൂഷന്റെ കേസ്. ടോബി ജോൺസൺ കോട്ടയത്ത് വിവരങ്ങളുമായി ചെയ്യുന്നു. ടോബി, വിശദാംശങ്ങൾ. സുഹൈല്, എത്രയും വേഗം അതിവേഗത്തിൽ ഈ കേസ് പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നേരത്തെ തന്നെ ഇദ്ദേഹം ഒരു അപേക്ഷ കൊടുത്തിരുന്നു തച്ചങ്കരി. എന്നാൽ അതും തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് കോട്ടയം വിജിലൻസ് കോടതിയിൽ ഇതിന്റെ വിചാരണ എത്രയും വേഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 30 ദിവസം കൊണ്ട് അതിവേഗ വിചാരണ നടത്തി ഒരു വിധി പറയാനാണ് കോടതി ഉദ്ദേശിക്കുന്നത്. ഇന്ന് അതിന്റെ വിചാരണയുടെ തുടക്കമായിരുന്നു. ഇന്ന് തച്ചങ്കരി നേരിട്ട് കോടതിയിൽ ഹാജരായി. ഈ കേസ് 2003 വരുന്നത്. അന്നത്തെ പോലീസ് ഉപാധ്യക്ഷനായിട്ടിരിക്കുമ്പോൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതായിരുന്നു പരാതി. 2003 മുതലുള്ള അന്വേഷണം 2007 ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുറ്റപത്രം ഏകദേശം 64 ലക്ഷത്തോളം രൂപ കൂടുതൽ സമ്പാദിച്ചു എന്നൊരു കുറ്റപത്രം കൂടി വന്നു. തുടർന്ന് ഹൈക്കോടതി പോയി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇത് പുനരന്വേഷണം വേണമെന്നൊരു ആവശ്യമായിരുന്നു. അത് അംഗീകരിച്ചു. എന്നാൽ പിന്നീട് ഡിവിഷൻ ബെഞ്ച് അത് തള്ളുകയായിരുന്നു. വിചാരണ നേരിടണമെന്ന് തന്നെ പറഞ്ഞു. അതിനെതിരെ വീണ്ടും സുപ്രീം കോടതിയിൽ തച്ചങ്കരി പോയി. എന്തായാലും സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും ഈ അപേക്ഷകൾ തള്ളിയൊരു പശ്ചാത്തലത്തിലാണ് വിചാരണ നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. 130 സാക്ഷികൾ, അതുപോലെ തന്നെ 145 തെളിവുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ വിജിലൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വിശദമായിട്ടുള്ള വിചാരണ നടപടികൾ തുടങ്ങും. ഇന്ന് 5 പേരുടെ വിചാരണയാണ് നടക്കാനിരുന്നത്. അതിൽ 2 പേർ ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. അവരിൽ നിന്നും വിശദമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ വിസ്താരം നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൊത്തം 130 പേരുടെ വിസ്താരം നടക്കണം. ഇവരെ എല്ലാവരെയും വിസ്തരിക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് കോടതി എത്തിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ തുടർ വിചാരണകൾ നടക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.